ഹലോ മൈ ഡേ ക്ലാസ് 8 ഫാമിലി മക്കളെ, നമ്മൾ അടിപൊളിയായിട്ട് ഇന്നൊരു 6 മാർക്കിന് എൻ്റെ മക്കളെ മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരു ചോദ്യം നോക്കാൻ പോവാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഹരിസാർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മലയാളം സെക്കൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ടാവാം. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ വന്നിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. ഒന്നുമില്ല, പൈതൽ മുണ്ടിന്മേൽ അഴുക്കാകാം കരുതിയിരിക്കുക, മിടുക്കത്തിന്മേൽ തളിച്ചോളട്ടെ തീർത്ഥം. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ആശങ്കയും ബഷീറിൻ്റെ മറുപടിയും താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പാഠഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം. അറിയില്ലാത്തവർക്ക് ഇന്ന് കൃത്യം നമ്മളെല്ലാ ചാപ്റ്ററിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ലൈവ് പോകുന്നുണ്ട്. കൃത്യം 7:30 എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യം 7:30 തന്നെ നമ്മുടെ ചാനലിലേക്ക് വരിക, ലൈവ് അറ്റൻഡ് ചെയ്യുക, അടിപൊളിയാക്കാം. ഓക്കെ റെഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബഷീറിൻ്റെ മറുപടിയും അതേപോലെ തന്നെ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ആശങ്കയും എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കാൻ പോകുന്നത്. അതായത് ഒരു കുട്ടി ബഷീറിൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ട് മൂത്രം ഒഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത് എങ്ങനെ എടുക്കും, അദ്ദേഹം എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കി എടുക്കുന്നത്, അത് ഏത് രീതിയിലാണ് അദ്ദേഹം കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ എങ്ങനെയായിരിക്കും നിങ്ങളെ ഒരു ആൻസർ, നിങ്ങളൊരു താരതമ്യക്കുറിപ്പാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. താരതമ്യക്കുറിപ്പ് ഇൻ ദ സെൻസ് റൈറ്റ് താരതമ്യക്കുറിപ്പല്ലേ, എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാർ ഇവിടെ എഴുതി വെക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. താരതമ്യ കുറിപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ റെഡി. അങ്ങനെയാണ് ഇവിടെ ഒരു ആൻസർ സാർ വെച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കൊച്ചുമകളെ മടിയിലിരുത്തി കളിച്ചിരിയും കുസൃതികളുമായിട്ടാണ് ബഷീർ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടാണ് ഇത് കണ്ട വിഷ്ണുനാരായണൻ നമ്പൂതിരി കുട്ടി മുണ്ടിൽ അഴുക്കാക്കും കരുതിയിരിക്കുക. മുണ്ടിൽ എന്താണ് അഴുക്കാക്കും എന്ന് ആര് പറയാണ്? വിഷ്ണുനാരായണൻ നമ്പൂതിരി ബഷീറിനോട് പറയാണ്. അതായത് കുട്ടി കയറിയിരുന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, അവർ നമ്മൾ മടിയിലേക്ക് കയറി നിൽക്കും. സ്വാഭാവികമായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളം ഉണ്ടാണെങ്കിൽ അതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ വിഷ്ണുനാരായണൻ നമ്പൂതിരി ഇങ്ങനെ പറയാണ്, അദ്ദേഹത്തിൻ്റെ ആശങ്കയാണ് കുട്ടിയും മടിയിൽ കയറിയിരുന്നാൽ മുണ്ടെന്താവും, അഴുക്കായി മാറും എന്ന് പറയുകയാണ്. സ്വാഭാവികമായിട്ട് സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ നോക്കിയേ, അദ്ദേഹം സരസമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ അതിന് സരസമായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ മറുപടി പറയുകയാണ് ആര്? നമ്മുടെ ബഷീർ പറയുകയാണ് അല്ലേ. സ്വാഭാവികമായിട്ട് അവളെൻ്റെ മടിയിൽ തീർത്ഥം തളിച്ചോട്ടെ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ആ കൊച്ചു കുഞ്ഞ് മൂത്രം ഒഴിച്ചാലും അത് തീർത്ഥമായിട്ടാണ് ആര് കണക്കാക്കുന്നത്? ബഷീർ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ അതൊരു അശുദ്ധിയായിട്ടോ അല്ലെങ്കിൽ ഒരു അഴുക്കായിട്ടോ ഒന്നും അല്ല ആര് കണക്കാക്കുന്നത്? ബഷീർ കണക്കാക്കുന്നത്. അത് കുഞ്ഞു കുട്ടിയല്ലേ എന്നാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവളെൻ്റെ മടിയിൽ തീർത്ഥം തളിച്ചോട്ടെ എന്നാണ് ബഷീർ പറഞ്ഞത്. എന്തിനീ സ്നേഹത്തോടെ മാത്രം കാണുന്ന കണ്ണാണ് ബഷീറിൻ്റെത്. എന്തിനേയും നല്ല രീതിയിൽ, നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സ്നേഹത്തോടെ കാണുന്ന ഒരു മനുഷ്യനായിരുന്നു ആര് എന്ന് പറയുന്നത്? ബഷീർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞ് അവിടെ എന്താണ് അഴുക്കാക്കിയാലും എന്താണ് അത് നല്ല രീതിയിൽ സ്നേഹഭാവത്തോടു കൂടി, അത് കുഞ്ഞല്ലേ, അത് കുട്ടിയല്ലേ എന്നുള്ളൊരു ഭാവത്തോടു കൂടി ബഷീർ ഇരിക്കുന്നതിനെ നമ്മൾ ഇവിടെ കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കുട്ടിയുടെ കളിയും ചിരിയും ആസ്വദിക്കുകയാണ് ബഷീർ. ആ കൂട്ടത്തിൽ തന്നെ കുട്ടി മടിയിൽ കയറി നിന്നിട്ട് ആ കുട്ടി സന്തോഷമാവുന്നതും ഹാപ്പി ആയിട്ട് നിൽക്കുന്നതും കളിച്ച് ചിരിച്ച് ആ ബഷീറിൻ്റെ മടിയിൽ നിൽക്കുന്നതൊക്കെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. സ്നേഹത്തിൻ്റെ ഒരു പര്യായമായിട്ടാണ് ആര് കാണുന്നത്? ബഷീർ ഇതിനെ കാണുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കുക. അപ്പോൾ പുഴയും ചേർന്നാൽ വലിയ കടലാകുന്നത് പോലെ, അതായത് പുഴയും ചേർന്നാൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയുള്ള മക്കളെ, സ്നേഹവും ചേർന്നാൽ വലിയ സ്നേഹമായിട്ട് മാറും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അതായത് നന്മയും ചേർന്നാൽ വലിയ നന്മയായിട്ട് മാറും എന്നൊക്കെയാണ് ആരിവിടെ പറഞ്ഞു വെക്കുന്നത്? ബഷീർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നിറഞ്ഞ രണ്ട് മനസ്സുകൾ ചേർന്നാൽ ആനന്ദം പോലെയാകും. ഇത്രയേ ഉള്ളൂ മക്കളെ. ആനന്ദം നിറഞ്ഞ രണ്ട് മനസ്സുകൾ ചേർന്നാൽ, അതായത് സന്തോഷം നിറഞ്ഞ രണ്ട് മനസ്സുകൾ ചേർന്നാൽ വലിയൊരു ആനന്ദമായിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആനന്ദ കടലാകും. ഇവിടെ എന്താണ് ആനന്ദ കടലാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കടലാണെന്നാണോ അർത്ഥം? അല്ല. ഇവിടെ എന്താണ്? സന്തോഷത്തിൻ്റെ അത്രയും വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി വരും എന്നാണ് ആര് പറയുന്നത്? ബഷീർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ദർശനം തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയുന്നത്. സത്യത്തോട് ചേർന്നാൽ വലിയ സത്യമായിട്ട് മാറും അല്ലേ. സത്യത്തോട് ചേർന്നാൽ വലിയ സത്യമായിട്ട് മാറും. നന്മയോട് ചേർന്നാൽ വലിയ നന്മയായിട്ട് മാറും. സന്തോഷത്തോട് ചേർന്നാൽ വലിയ സന്തോഷമായിട്ട് മാറും എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു സാഹിത്യപരമായിട്ടുള്ളൊരു വലിയൊരു സാഹചര്യത്തെ അവിടെ കാണിച്ചു തരികയാണ് നമുക്ക് അല്ലേ. സ്വാഭാവികമായിട്ടും കുട്ടിയുടെയും ബഷീറിൻ്റെയും നിഷ്കളങ്ക ഭാവം കൂടി ചേർന്ന് ഒന്നിക്കുകയാണ് ഇവിടെ. അതായത് കുട്ടിക്കൊന്നും അറിയില്ല, കുട്ടി സന്തോഷമാണ്, കുട്ടി സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് ബഷീറിൻ്റെ മടിയിലിരിക്കുന്നു. ആ സന്തോഷവും ബഷീറിൻ്റെ സന്തോഷവും കൂടെ ഒന്നിച്ചേർന്നപ്പോൾ അത് വലിയൊരു സന്തോഷമായിട്ട് മാറി എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒന്നും ചേർന്നാൽ രണ്ടല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇമ്മിണി വലിയ ഒന്നാണ് അവിടെ മജീദിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ച കഥാകാരനാണ് ബഷീർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഒന്നും ചേർന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ, ഒന്നും ചേർന്നാൽ രണ്ടാണ്. പക്ഷേ ഒന്നും ചേർന്നാൽ അത് വലിയൊരു ഒന്നായിട്ട് മാറും, ഒരു ഇമ്മിണി വലിയൊരു ഒന്നായിട്ട് മാറും എന്ന് ആര് പറയുന്നുണ്ട്? വൈക്കം മുഹമ്മദ് ബഷീർ പറയാണ്. ഈ സ്നേഹദർശനമാണ്, മാനവികതയാണ് ബഷീറിൻ്റെ മറുപടിയിലുള്ളത്. എന്തിനേയും നന്മയോട് കാണാനും എന്തിനേയും സ്നേഹത്തോടെ കാണാനുള്ള ബഷീറിൻ്റെ കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്.
ഓക്കെ ഫൈൻ റെഡി. ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും? ഒരു ഇൻട്രൊഡക്ഷൻ കാണാൻ പറ്റും. അതിനുശേഷം ആദ്യം എന്താണ് ആ ഒരു സെനേറിയോ, ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ബഷീറിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കാഴ്ചപ്പാട് മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നതും കൂടെ ഈ കൃത്യമായിട്ടൊരു ആൻസറിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ മക്കൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു താരതമ്യ കുറിപ്പ് പോലുള്ള കുറിപ്പോ അല്ലെങ്കിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ മുന്നിലേക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഹരിസാർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഇത്രേ ഉള്ളൂ മക്കളെ. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ താരതമ്യ കുറിപ്പ് എഴുതുമ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഖണ്ഡിക തിരിച്ചെഴുതാൻ നോക്കുക. എന്താണ് ഖണ്ഡിക തിരിച്ചെഴുതാൻ നോക്കുക? പാരാഗ്രാഫ് എന്ന് പറയും അല്ലേ? പാരാഗ്രാഫ് തിരിച്ചെഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 3 പാരാഗ്രാഫെങ്കിലും എഴുതാൻ നോക്കുക. ഒരു പാരാഗ്രാഫിൽ ഒരാളുടെ കാഴ്ചപ്പാട്, രണ്ടാമത്തെ പാരാഗ്രാഫിൽ രണ്ടാമത്തെ ആളുടെ കാഴ്ചപ്പാട്, രണ്ടിനെയും കംപ്രൈസ് ചെയ്തുകൊണ്ട് രണ്ടിനെയും കൂടെ ഒന്നിപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ ഒരു പാരാഗ്രാഫിൽ നിങ്ങൾ എന്ത് എഴുതണം? ഇതുപോലൊരു താരതമ്യക്കുറിപ്പ് എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് 6 മാർക്ക് നിസ്സാരമായിട്ട് കിട്ടുന്ന കാര്യമായിരിക്കും മക്കളെ. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെട്ടും കുത്തുമൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, വെട്ടും കുത്തുമൊക്കെ ഇങ്ങനെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എഴുതി അയ്യോ തെറ്റിപ്പോയി ഇങ്ങനെ വെട്ട് അങ്ങനെയൊക്കെ മാക്സിമം ഒഴിവാക്കുക. ആലോചിച്ച് എൻ്റെ മക്കൾ എഴുതാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം നല്ലോണം യൂസ് ചെയ്യുക. സമയ ക്രമീകരണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സമയം എന്ന് പറയുന്നത് നിങ്ങളൊരു താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ ഈ 3 ഖണ്ഡിക എടുക്കാൻ നിങ്ങൾ ഏകദേശം മാക്സിമം ഹരിസാറിൻ്റെ ഒക്കെ കണക്ക് പ്രകാരം നിങ്ങൾ എഴുതേണ്ടത് ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ തീർത്തിരിക്കണം. 15 മിനിറ്റൊക്കെ ധാരാളമാണ് സാർ. ഇത് എക്സ്ട്രീം സാധനം, മാക്സിമം സാധനം പറഞ്ഞത്. 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഈ 3 പാരാഗ്രാഫ് എഴുതി തീർത്തിരിക്കണം. ഓക്കെ, അറ്റ്മോസ്റ്റ് മാക്സിമം 15 മിനിറ്റ് കൂടുതൽ പോകാൻ പാടില്ല. ഓക്കെ റെഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാറിന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് പഠിക്കുക. ഇതുപോലൊരു ഉപന്യാസമോ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം. അടിപൊളിയായിട്ട് പഠിക്കാം മക്കളെ. ഹാപ്പി ലേണിംഗ്. ഇന്ന് കൃത്യം 7:30 നിങ്ങൾ വരാൻ മറക്കണ്ട. നമ്മൾ ലൈവിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ മക്കൾ എന്ത് ചെയ്യുക? വരിക കേട്ടോ. ഹാപ്പി ലേണിംഗ്.